ഹായ് കൂട്ടുകാരെ, ഷിജസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ ശരണ്യ സ്വാഗതം പറയുന്നു. ശരണ്യ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ വീഡിയോ അടിക്കുക ശരണ്യ വന്നു, അതാണ് സത്യം. അപ്പം ഞാൻ സ്വാഗതം പറഞ്ഞു. ഷിജസ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. അതുപോലെ ഇന്ന് എന്താണ് ശരണ്യ ചെയ്യാൻ ഇനി നമ്മള് കൂട്ടുകാർക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയും പിന്നെ നമ്മളെ വഴുതന പൊള്ളിച്ചത്. പിന്നെ നമ്മുടെ കുറെ കൂട്ടുകാർ കമന്റിട്ട് ഈ രണ്ട് സാധനത്തിന്റെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല. അതിനാ കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടില്ല ഞാൻ, അവിയലിന്റെ ഒക്കെ. അപ്പൊ ആ കൂടെ ഈ വഴുതന പൊള്ളിച്ച ഒരു വീഡിയോ ചെയ്ത് അത് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ കൂട്ടുകാർ ഒരു കാര്യം ക്ഷമിക്കണം, അന്ന് അവിയലിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫുൾ വീഡിയോ നമ്മുടെ ഇതിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ അതിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു പോയി. അപ്പോൾ അത് കാരണം എന്ത് പറ്റി, ആ വീഡിയോ ഫുൾ വീഡിയോ എനിക്ക് ഇടാൻ സാധിച്ചില്ല. അത് ക്ഷമിക്കണം ആ പറഞ്ഞതിൽ. പിന്നെ അപ്പം അത് കാരണം ഇന്ന് എന്നാണ് വഴുതന പൊള്ളിക്കണതും ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും ചോദിക്കും. ആ ചേച്ചിയാണ് ഇന്നെ ചെങ്ങനാശ്ശേരി വിളിച്ചായിരുന്നു. എന്താ സുമ എന്താ പേര് പറഞ്ഞായിരുന്നു, പേരൊക്കെ മറന്നു. അതുപോലെ ഒത്തിരി പേർക്ക് ഹായ് പറയാനൊക്കെ പറഞ്ഞ എല്ലാവർക്കും കൂടി ഒരു ഹായ്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. അപ്പൊ നമ്മളെ സ്വന്തം അടുക്കളയിലോട്ട് പോയേക്കാം കൂട്ടുകാരെ. അപ്പൊ നമ്മള് അടുക്കളയിലായിട്ട് പോകും മുമ്പ് നമ്മളെ വന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് കാണിക്കണം. ശരണ്യനെ കാണാൻ തൃപ്പൂണിത്തുറന്ന് ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടുത്തുനിന്നും ഒരമ്മ എത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരെ കാണിച്ചത്. എന്നിട്ട് നമുക്ക് വഴുതനയുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കൂട്ടുകാരെ, എന്ത് നമുക്കൊരു പുതിയ ഒരു അതിഥികളുണ്ട്. ഒന്ന് പരിചയപ്പെടാം, ഒന്ന് പറയുവാ. സരിത. അച്ഛൻ്റെ പേര് നടരാജൻ. അമ്മയുടെ പേരെന്ന് പറഞ്ഞു സതി. അതുല്. എന്തെടുക്കുക? അപ്പൊ എവിടെയാണ് സ്ഥലമൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞ്. ഏരൂർ. അപ്പൊ അതേ കണ്ട നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശരണ്യനെ അല്ലെ ഞങ്ങളെ കാണാനായിട്ടൊക്കെ എത്തിയതിലൊക്കെ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം. ശരണ്യനെയും ഫാമിലിയെയും സന്തോഷം. ശരണ്യക്കുട്ടി നല്ല ഇതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ജിമ്മി പോകുമ്പോഴേ ഞാൻ ജിമ്മി പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും അമ്മ വിളിച്ചോണ്ടിരിക്കണേ, പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതല്ലേ. അത് അമ്മ പറഞ്ഞു, വിളിച്ചപ്പോ പറഞ്ഞ മോനെ പറ്റി അമ്മയ്ക്ക് എന്താണ് ഒത്തിരി പറയാനുള്ളത്? അവൻ ഇങ്ങനെ എറണാകുളം മത്സരിക്കാൻ പോയി. അവൻ ഫസ്റ്റ് വാങ്ങി. അത് തന്നെ കേരള, പിന്നെ മിസ്റ്റർ ഏഷ്യ എന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവന്റെ അച്ഛനിപ്പോ ഇല്ല. അവന്റെ അച്ഛനായിരുന്നു കൂടുതൽ സന്തോഷവും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടി കഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കൊടുത്ത അവന്റെ അച്ഛനായിരുന്നു. ആണല്ലേ? പിന്നെ ആ മത്സരിക്കാൻ പോയതിന്റെ ഒരു ഫോട്ടോസൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാവോ? ഇതാണല്ലേ? ആഹാ. ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കണ കണ്ടപ്പോ ഇത് ഇങ്ങനെ ഒരു ആളാണെന്ന് പോലും പറയുകയല്ല അല്ലേ? ശരിയല്ലേ? ആണല്ലേ? ആഹാ. കേട്ടോ, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ആണല്ലേ? ഞങ്ങളുടെ ജിമ്മിന്റെ സെക്ടർ 7 എന്നാണ്, കാക്കനാടാണ്. ഇവിടെ പിള്ളേരൊന്ന് വർക്കൗട്ട് ചെയ്യാറുണ്ട് അവിടെ. ആണല്ലേ? കണ്ട ശരണ്യായിട്ട്. അതെ, ശരണ്യയുടെ അടുക്കളയിലാണ് അല്ലേ പരിചയപ്പെടുന്നു. അതെ, ശരണ്യക്കുട്ടിയുടെ അടുക്കളയില്ലേ ശരണ്യ എന്തെങ്കിലുമൊക്കെ വർത്താനം പറ. അപ്പൊ അങ്ങനെ ശരണ്യനെ കൊണ്ടുപോയാണ്.
അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷമായി നിങ്ങൾ വന്നതിലൊക്കെ ഒരുപാട്. ശരണ്യ പോണുണ്ടോ അവരുടെ കൂടെ? ഓക്കെ, അവിടെ ചെല്ലുമ്പോ വിളിക്കണേ. കൂട്ടുകാരെ ഇതേ കണ്ട ശരണ്യനെ കാണാൻ ഒരമ്മ കൂടി എത്തിയിരിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കേ, ഒന്ന് പേര് പറഞ്ഞു. എന്റെ പേര് സുമ. സുമ. ഇവിടെ ഒത്തിരി ദൂരമല്ല, അടുത്ത് തന്നെയാണ്. അപ്പൊ ചേട്ടന്റെ പേര് മധു ചേട്ടൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമൊക്കെയാണ് അല്ലേ? എന്നാലും ഇന്നാണ് ഇവിടെ വരുന്നത്. അതെ അതെ, വന്നാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കണമെന്ന് വന്ന് എനിക്കിങ്ങനെ വരാനൊക്കെ തോന്നിയത്. എല്ലാ വീഡിയോയും അല്ലേ? എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റിയില്ല. ശരണ്യ എവിടം വരെ ഈ പാചകം? താഴെ പോയാ? എന്റെ വിളിയുടെ ഇതിലാണ് ദൈവമേ താഴെ പോയത്. എന്നാ അപ്പൊ ഇന്ന് വഴുതനയാണല്ലേ? ആ, നമ്മുടെ അമ്മ തേങ്ങ ചിരണ്ടുന്നു അല്ലേ? അപ്പൊ പിന്നെ ശരണ്യ ഇവിടെ അടുക്കള ദേവലോകാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മ. പുക. ആ, പിന്നെ നമുക്ക് മീൻ മേടിച്ചിട്ടുണ്ടല്ലേ? മത്തി, നമ്മുടെ നാടൻ മത്തി. അടിപൊളി മത്തി. അതെ, പിന്നെ മത്തിക്കറിയൊക്കെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞു ഒന്നുകൂടി ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യ ഇതൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, സൂപ്പറായിട്ട് അരിയാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ മമ്മ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് ശരണ്യ ഇട്ടിരിക്കുന്നത് അല്ലേ? ഇന്നാണ് ആദ്യമായിട്ട് ഇടണം. അപ്പം കണ്ടത് ഇങ്ങനെ വഴുതന ഇങ്ങനെ പീസാക്കണം അല്ലേ? നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഏതാണ്ട് വലിയ പീസ് പോലെയൊക്കെ തോന്നിക്കുമ്പോൾ അല്ലേ? അതെ, കണ്ടത് ഇങ്ങനത്തെ പീസാക്കുക വഴുതന. പിന്നെ ശരണ്യ, ഈ പുറകിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതാക്കണ്ടേ? തൊലി കളയണ്ടേ? അപ്പൊ അത് എങ്ങനെയാണ്? അമ്മ അതേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചോണ്ടിരിക്കാണ്. എന്താണ് അത്? മത്തിക്ക. ആ, അപ്പൊ കിഴങ്ങിന്റെ തൊലി കളയണ്ടേ ശരണ്യ? ആ, മറ്റേ ആ സാധനം കൊണ്ടല്ലേ? ആ, നേരാ. ഒന്ന് ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാവേ. ശരണ്യ, ഞാൻ അച്ഛനതെ കയ്യേടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ, എനിക്ക് ഞാനവിടെ സ്റ്റിക്കർ അടിച്ച് എനിക്ക് ശരണ്യയുടെ പണി കൂടി ഞാൻ ഏറ്റെടുത്ത് അവിടെ ചെയ്തിട്ട് അടുത്ത പണി എനിക്ക് ശരണ്യ ഇവിടെ തന്നെ. ആണെന്നേ, ഈ അമ്മ അടുക്കള ദേവലോകാക്കിയിരിക്കുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര പുകയാണ്. നമുക്ക് ഈ ഗ്യാസ് വെച്ചാ പോരെ? ഗ്യാസ് വെച്ച് കത്തിക്കാ പോരെ? ആണെന്നേ. ഗ്യാസ് വില കൂടിയെന്നൊക്കെയാണ് പറഞ്ഞത്. ആ, അതുകൊണ്ടാണ്. എന്റെ ദൈവമേ ശരണ്യ, ഇതൊന്ന് കൂട്ടുകാരോട് പറഞ്ഞ്. സവോള ചേർക്കാം, ഉള്ളി ചേർക്കാം. ആ, നമുക്ക് ഉള്ളി ചേർത്താ പോരാ? ഞാൻ ആ മടികാരനാണ് സവോള ചേർത്തത്. വലിയ ഉള്ളിയാണ്. എന്നാ ഉള്ളിയാണ് ടേസ്റ്റ് സവാളയില്. അത് പിന്നെ ശരണ്യ അങ്ങനെ പറയുള്ളന്നറിയാം. അതെന്താന്നറിയാം? എളുപ്പം.
ഇനി ഉള്ളി ചേർത്തുള്ള പേര് വേണ്ട, കഴുകി അപ്പൊ ഞാൻ ഇത് എവിടെ ഉള്ളിയെന്ന് കാണിച്ചു തന്നെ ഇപ്പൊ ചെത്തണേ അതിനെ. വലിയ ഉള്ളിയാണ്. ഇത് വേണം. കൂട്ടുകാരെ അച്ഛൻ്റെ അതൊക്കെ തൊലിയൊക്കെ ചെത്താൻ പോണു കണ്ട. അവിടെ വെച്ച് തൊലിയൊക്കെ ചെത്തിയിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ശരണ്യാണെങ്കിൽ ആ നേരത്ത് ഉള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ്. കണ്ണടച്ചു പിടിച്ചിരിക്കണ എന്താണ്? ഉള്ളി വല്ല പിണക്കമുണ്ടാ? ഉള്ളി ഒരു പിണക്കുണ്ട്. ആ എനിക്കൊരു കണക്കുണ്ടോ? അമ്മ തേങ്ങയൊക്കെ അരക്കാൻ പോയി. ഞാൻ ഇപ്പൊ തന്നെ ഇത് കണ്ട അങ്ങനെ അതേ കണ്ട വഴുതനയും സവോളയും വെച്ചപ്പോഴാണ് ആ നേരത്ത് ഉള്ളി. അപ്പം അതൊന്ന് ചതക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നപ്പോൾ അതേ കണ്ട തന്നെ എത്ര മണി തന്നെ കുറച്ച് മതി. കൂട്ടുകാരെ ഞാൻ ഉള്ളിയെല്ലാം ചതച്ചെടുത്തിട്ട് നമുക്ക് ഇടാം. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ ഇതിലായിട്ട് ചതച്ച് ഇത് ഇട്ടിട്ടുണ്ട്. കുറച്ച് സവാള ഇട്ട് ഉള്ളിയൊക്കെ അച്ഛനാ നേരത്ത് കിഴങ്ങൊക്കെ തീർന്നെന്ന് തോന്നണം അല്ലേ? ഉള്ള കിഴങ്ങ് മൊത്തം എടുത്താ. അത് ചേട്ടനെ പറഞ്ഞ് എടുത്തേക്കാൻ പറയും. പിന്നെ കൂട്ടുകാരെ ഒരു സംശയമുണ്ട്. ശരണ്യ ഇപ്പം മുളക് പൊടി എടുത്ത്. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കളറ് കൂടും. കളറ് കൂടുതൽ, അല്ല എരിവ് അല്ലാതെ എരിവില്ല ഇതിന്. അപ്പൊ ഇടാം. കൂട്ടുകാരെ നിങ്ങളും ഒക്കെ കാശ്മീരി മുളക് പൊടി ഒന്ന് മേടിച്ച് നോക്കിക്കേ. ഈ നിറം ഈ നിറാണ്. ഇച്ചിരി വില കൂടും. അതെ. അപ്പം എല്ലാവരും ഓർക്കും കൂടുതൽ ഇടുന്നല്ല ഒന്ന്. ഇച്ചിരി ഉപ്പ്. അപ്പൊ ഇത് ഉള്ളി വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഇതിൽ ചേർക്കുമല്ലേ? ആ. അയ്യോ ഇന്നലെ ആരോ ചോദിച്ചപ്പോൾ ഞാൻ കമൻറ്റിൽ പറഞ്ഞ് വെള്ളം ചേർക്കിയല്ലെന്ന്. പിന്നെ വേഗണ്ടായോ? ആ അച്ചോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ഇത് ഇളക്കണം. ആരോ കമൻറ്റിൽ ചോദിച്ചായിരുന്നു വെള്ളം ചേർക്കുമോന്ന്. ആ കമൻറ്റ് ഞാനാണ് വായിച്ചത്, ശരണ്യ വായിച്ചില്ല. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കൈ കൊണ്ട് അല്ലേ? ആ അപ്പം അതേ കണ്ടായ നല്ല ഭംഗിയില്ലേ അത് കാണാനല്ലേ? നല്ല ഭംഗിയാ. അപ്പം അപ്പൊ കഴിഞ്ഞു. ശരണ്യ പാചകം ചെയ്യുന്ന എല്ലാം ഗ്യാസ് കുറ്റിയുടെ പുറത്ത് വെച്ചാണ്. കാരണം ശരണ്യയുടെ ഹൈറ്റുമായിട്ട് കറക്റ്റാണ്. ആ ഞാനിപ്പോ വെക്കാം. ആ ഇനി ഇത് അടപ്പേ വെക്കുക. ഞാൻ കത്തിക്കുന്നതായിരുന്നു. കത്തിച്ചാൽ കൈ ഇട്ടു. എന്താ എനിക്ക് തോന്നി അങ്ങനെ പറയും. ഇതിനി പറ്റണം. ശരണ്യ വേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും വേണം. വേപ്പിലയും 2 പച്ചമുളകും കൂടി ഇന്നത്തെ ഇതിൽ ചേർക്കും അല്ലേ? ആ. അങ്ങനെ അതെ വേപ്പില ഇടിയാണ്. ചേട്ടനാ എന്തോ? അപ്പൊ കടപ്പത്ത് ചെന്നതിന് ഇവിടെ എന്റെ ആവശ്യം ഉടനെ ഉണ്ടാ. ഇല്ല ഇപ്പൊ അപ്പൊ ഞാനത് അടുത്ത ഒരു പരിപാടി നോക്കിക്കോട്ടെ. അവിടെ സ്റ്റിക്കർ സണ്ണിയുടെ പണി ഞാൻ സ്റ്റിക്കർ എഴുതുന്നത് ഞാൻ ഏറ്റെടുത്തിരിക്കും അപ്പൊ നോക്കിക്കോ. കേട്ടാ. ശരി ഓക്കെ. അപ്പൊ വേപ്പിലയും പച്ചമുളകും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂടി വെക്കാം. ആ ഇനി ഇതൊന്ന് വേകട്ടെ അല്ലേ? ആ കൂട്ടുകാരെ ഈ കിഴങ്ങ് ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കിഴങ്ങ് മെഴുക്ക് വരട്ടിയുടെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ അത് അവിടെ നിന്ന് വേകട്ടെ. ആ ഈ പാത്രത്തിലാണോ ഈ വെക്കുന്നത്? പാത്രത്തിലാ വേക്കുന്നത്. കൂട്ടുകാരെ ഇങ്ങനെ നീളത്തിൽ നമ്മളിങ്ങനെ പൊളന്നിട്ട് ആ തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയാണല്ലേ? ചെറിയ പീസ് കട്ടി കുറച്ചിട്ടുണ്ടോ? ആ ഇങ്ങനെ കട്ടി കുറച്ച് ചെറിയ ചെറിയ പീസാക്കി ഇടണം അല്ലേ? നമ്മൾ ഈ കൂർക്കായൊക്കെ കൂറക്കായി പയറിൽ അരിയത്തില്ലേ? ആ അതുപോലെ. അപ്പൊ മൊത്തം അരിഞ്ഞിട്ട് കാണിക്കാം. ശരണ്യ, എന്തോ? ഞാൻ ആ നേരത്തെ മീൻ വെട്ടിയെടുക്കട്ടെ. ആ മീൻ വെട്ടിയെടുത്തോ. ആ മീൻ വെട്ടാൻ പോണത് അമ്മയാണല്ലേ? ഞാൻ മീൻ വെട്ടാൻ പോകുന്നു. ആ മത്തി അമ്മക്ക് ചെറിയ മീൻ വെട്ടണത് അങ്ങനെ ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ആ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അവന് നമുക്ക് ചെയ്യണ്ടേ? അതെ. വേറെ മീനൊന്നും ഇല്ലാത്തോണ്ട് വേറെ മീനുണ്ട് നമുക്ക്. എന്നും കേരയും ചൂരയും ആ ഇന്നല്ലേ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? കേരയും ചൂരയൊക്കെ അല്ലേ അപ്പൊ അതെ. അത് എപ്പോഴും നമ്മുടെ നല്ലൊരു ഇതാണ് മത്തി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇഷ്ടമല്ല. ആർക്ക്? ശരണ്യക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം കൂട്ടുകാരെ നമ്മുടെ അതെ വഴുതന ഇവിടെ ഇരുന്ന് വെന്തണ്ടിരിക്കുന്നു. അപ്പം ഇനി അമ്മ മീനൊക്കെ വെട്ടിക്കൊണ്ട് വരട്ടെ. ശരണ്യാണെങ്കിൽ ആ നേരത്ത് ഇത് അരിഞ്ഞ് തീർന്നിട്ടില്ലല്ലേ? ഇപ്പം തീരും. പെട്ടെന്ന്. ശരണ്യ എന്തോ? എവിടം വരെ ആയി നമ്മുടെ പാചകം? നമ്മൾ വഴുതന വെന്തോ നമുക്ക് നോക്കാം. ആ നോക്കാം. പന്നില്ലേ ഇപ്പം? നല്ല വെന്തിരിക്കുന്നു കണ്ടോ? മൂടി വെച്ചപ്പോ ഇത്ര നന്നായിട്ട് വെന്തല്ലേ? ഇനി അതിലാട്ട് ഇച്ചിരി വെളിച്ചെണ്ണ എണ്ണ നല്ലതായിട്ട് ഒഴിക്കണം. എണ്ണ കുപ്പിയിൽ ഒഴിച്ചു വെച്ചില്ല ഞാൻ. ഇല്ല, ആ ഇത് തീർന്നിട്ട് ഒഴിക്കാന്ന്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഇനി നമുക്ക് അപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തവി ഇട്ടൊന്ന് ഇളക്കാം. ഉം. അവിടെ എല്ലാ സ്ഥലത്തും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഇനി തവി ഇട്ടൊന്ന്
ഇളക്കി കൊടുക്കുകയാണല്ലേ? ഇളക്കി കൊടുക്കുക. അപ്പൊ വഴുതന നിർത്താം. കഴിഞ്ഞ്. വഴുതന പൊള്ളിച്ചത് പെട്ടെന്നുള്ളൊരു പരിപാടി. ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയേച്ചും വന്ന് പെട്ടെന്നൊന്ന് ഒരു കറി വെക്കണമെങ്കിൽ വഴുതന വെക്കാം. പെട്ടെന്നാണ്. തേങ്ങ അരച്ചും വെക്കാം അല്ലേ അമ്മ? തേങ്ങ അരച്ചും വെക്കാം. പക്ഷെ എന്നാലും മുളകിന് വെക്കണം. അമ്മ എന്താണ് പെട്ടെന്ന് ഡ്രസ്സ് മാറിയെന്ന് ചോദിച്ചെന്നാ അമ്മ മീൻ വെട്ടണ അമ്മയുടെ മീൻ വെട്ടണ യൂണിഫോമാണിത്. പിന്നെ ശരണ്യ പിന്നെയും സവോള എടുത്തു. അതെന്തിനാ? കിഴങ്ങിനാ. അതെ, നമ്മുടെ കിഴങ്ങൊക്കെ അതേ കണ്ട അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് സവോള എടുത്തോണ്ടിരിക്കുകയാണ്. എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ മെഴുക്ക് വരട്ടി ഇതുവരെ വെച്ചിട്ടില്ല ശരണ്യ. അമ്മ പറഞ്ഞു ഉള്ളിയും കൂടി അരിഞ്ഞു. അപ്പൊ ഇതെല്ലാം അരിഞ്ഞിട്ട് കൂട്ടുകാരെ കാണിച്ചത്. പിന്നെ കണ്ട സവോളയൊക്കെ അതിലായിട്ട് തന്നെ അരിഞ്ഞിട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? ആ, കിഴങ്ങ്. ആ, അപ്പൊ ഇനി ആ പാത്രം മാറ്റണം അല്ലേ? അത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് വെക്കണം. അച്ഛൻ അവിടെ ഒറ്റക്ക് പാക്കിങ്ങിലാണ്. തീ കത്തിക്കണ്ടേ? ആ അതെ, അതിന് വേണ്ടത് മുളക് പൊടി വേണമെന്ന് എനിക്കറിയാം. പിന്നെ എന്നാണ് വെളിച്ചെണ്ണയും വേണം. ആ, ഉപ്പും വേണം. പിന്നെ ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. ആ, മൂത്താ മതി അല്ലേ? അപ്പം അങ്ങനെ ഉപ്പിട്ട് ശരണ്യ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അതിലായിട്ട് ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ, വെളിച്ചെണ്ണ ഇതിലായതുകൊണ്ട് കുറച്ച് മതി അല്ലേ? ആ, ഈ പാത്രത്തിലായതുകൊണ്ട് നമ്മൾ ഓർക്കും മെഴുക്ക് വരട്ടിയാകുമ്പോൾ ഒത്തിരി എണ്ണയൊക്കെ ആകുമെന്നല്ലേ? ആ, ശരണ്യ അതൊന്ന് കഴുകാനായിട്ട് പോവുകയാണ്. ആ, അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നിക്കണം. അതെന്തിനാണ് അങ്ങനെ എന്നെ പറ്റിക്കണല്ലേ? നൈസായിട്ട് എന്നെ പറ്റിച്ചതാണല്ലേ? കണ്ടാമേ ആ സമ്മതിച്ചിരിക്കുന്നു. ഇനി അച്ഛൻ അവിടെ ഫോൺ വന്ന് എങ്ങനെ നിക്കണമെന്നാ പറഞ്ഞു. അങ്ങനെയല്ല വെക്കണ്ട, തവി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കണം, കൊടി പിടിക്കണ പോലെ. ആ ആ, അപ്പൊ അത് ഇതൊന്ന് വെന്ത് വരട്ടെ. ആ, എന്നാ ശരി. മത്തിയൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ശരണ്യ നമ്മുടെ കുഞ്ഞു മത്തിയാണ്, എന്ത് ചെയ്യാനാണല്ലേ? ആ, പിന്നെ ആ മൂടി വെച്ചായിരുന്നു അല്ലേ? മൂടി വെക്കണ്ട. പിന്നെ ഇടക്കിടക്ക് വന്ന് ഇളക്കി കൊടുത്തായിരുന്നല്ലേ? കണ്ടാ ഇങ്ങനെ വെന്തിട്ടുണ്ട് അല്ലേ? ആ, മുളക് പൊടിയൊക്കെ ഇടാം. അമ്മ ദേ മീൻ ആ നേരത്ത് ഇങ്ങനെ വാരി വാരി ഇടുന്നു അല്ലേ? അപ്പൊ ശരണ്യതേ ഇച്ചിരി മുളക് പൊടി അതിലായിട്ട് ഇട്ടിട്ടുണ്ട്. ആ, ഇനി ഒന്ന് ഇളക്കി. ആ, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം അല്ലേ? അല്ല, ഉപ്പ് നമ്മൾ ഇട്ടല്ലേ വേവിച്ചത്? അതെ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേ? എല്ലാ വശവും മുളക് പൊടി. ആ, നേരാ. ഇനി ഇത് ഇങ്ങനെ ഇരിക്കണം. ആ, തീ കൂട്ടി കൊടുത്ത് ആ, പച്ചമയം മാറാൻ വേണ്ടി നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. പക്ഷെ കണ്ടാൽ പോലും പറയലല്ലേ കിഴങ്ങാണെന്ന്, അതുപോലെ അരിഞ്ഞിട്ടാണ് അല്ലേ? അമ്മയുടെ ചോദിക്കാണ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. ആ, അതെ അതെ, കൂർക്ക മെഴുക്ക് വരട്ടിയാണെന്ന്. ആ, അങ്ങനെ ശരണ്യ അത് വീണ്ടും ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ പോകുന്നു. കണ്ട, അങ്ങനെ കുറേയൊക്കെ താഴെ പോയിട്ടുണ്ട് ശരണ്യ. ആരോ വന്നിട്ടുണ്ട്.
അതെ, നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി അങ്ങനെ വിറകടപ്പയിലാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ള മത്തി അടുപ്പയിൽ പറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ കറി വെച്ചത് ഒന്നും കൂടെ കാണിക്കാം. അതെ, വഴുതന പൊള്ളിച്ചത് കണ്ട നല്ല അടിപൊളിയായിട്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ആ പിന്നെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി, നമ്മുടെ കിഴങ്ങ് മെഴുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി കണ്ട കൂട്ടുകാരെ, നല്ല ഭംഗിയില്ലേ അല്ലേ? മെഴുക്ക് വരട്ടി പോലെ. അതെ, ശരിയാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. അടുത്ത വീഡിയോയ്ക്ക് വരെ ബൈ.